ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. നമ്മുടെ വചനധ്യാനത്തിനായി നമുക്ക് യെശയ്യാ പ്രവചനം അതിൻ്റെ 55 അധ്യായത്തിൻ്റെ 1 മുതൽ നമുക്ക് ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. ഐസയ ചാപ്റ്റർ 55 വേഴ്സസ് 1 ഓൺവേർഡ്സ്. പ്രാർത്ഥനയോട് നമുക്ക് വായിക്കാം. അല്ലയോ, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളോരെ, വെള്ളത്തിനു വരുവേൻ, വന്നു വാങ്ങി തിന്നുവേൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ചു മോദിച്ചു കൊള്ളുവിൻ. എത്രയും മതി. നമുക്ക് ശ്രദ്ധയോടെ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ വാക്ക് വായിച്ചാട്ടെ. ഇംഗ്ലീഷിലാണെങ്കിൽ ഹോ, മലയാളത്തിൽ അല്ലയോ. നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ എഴുതിയ വാക്കുകളാണ്. ഇതിലുള്ള ഫുൾ സ്റ്റോപ്സും കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന രീതികൾ. നിൽക്കേണ്ടിയടുത്ത് ഒന്ന് നിൽക്കണം, ഒരു ബ്രേക്ക് എടുക്കണം. ഇവിടെ അല്ലയോ എന്ന് പറഞ്ഞ് അധ്യായം തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറയിലുള്ള ആശയം എന്താ? നമ്മൾ വചനത്തിൽ വേറെ ഒത്തിരി വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആഹാ, അങ്ങനത്തെ വേറെ വാക്കുകളുണ്ട്. പക്ഷെ അല്ലയോ എന്ന് വിളിക്കുമ്പോൾ, ഹോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കേണ്ടിയ ഒരു വിഷയമാണ് ഇപ്പം പറയാൻ പോകുന്നത്. അത്രയും ഗൗരവമായ വിഷയമാണ്. ചെവി ചായച്ച് ശ്രദ്ധയോട് കേട്ടോണം. അതാ ആ വാക്ക് ഹോ അല്ലെങ്കിൽ അല്ലയോ എന്ന് അതിൻ്റെ അർത്ഥം. സോ ഇനിയും ദൈവത്തിൻ്റെ ആത്മാവ് ഇനിയും അടുത്തത് പറയുന്നത് എന്താ? പ്രവാചകൻ മുഖാന്തരം ദൈവജനത്തോടും നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവ് ശ്രദ്ധയോട് കേൾക്കാൻ പറയുന്ന വിഷയം എന്താ? ഒന്ന് വായിക്കാം. ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരും ആയുള്ളോരെ, ദ്രവ്യം ഇല്ലാത്തവർ ആയുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വെള്ളത്തിനു വേണ്ടി വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. വന്ന് വാങ്ങി തിന്നുവീൻ. ഒന്ന് വന്നേ. ദാഹിക്കുന്നുണ്ടോ? ദ്രവ്യമില്ലയോ? ഒന്ന് വാ, ഒന്ന് വാങ്ങിച്ചേ. അത് കഴിഞ്ഞിട്ട് തിന്നുവാനാ പറയുന്നത്. എന്താ തരാനുള്ളത്? അടുത്തത് എന്താ? നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. വീഞ്ഞും പാലും വാങ്ങിക്കാനാ പറയുന്നത്. ശ്രദ്ധയോട് കേട്ടേ, ഒന്ന് വന്നേ. ആരാ വരേണ്ടത്? ദാഹിക്കുന്നവർ, ദ്രവ്യം ഇല്ലാത്തവർ. നിങ്ങളെ ദ്രവ്യമില്ലെങ്കിലും വാ. പാലും തേന് ഇവിടെ ഉണ്ട്. അതിന്റെ താഴെ രണ്ടാമത്തെ വാക്യം, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. നന്മ അനുഭവിക്കുവീൻ. അത് കഴിഞ്ഞിട്ട് പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. ഇംഗ്ലീഷിലാണെങ്കിൽ and let your soul delight itself in fatness. ഈ തേനും പാല് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവിക്കാൻ വേണ്ടി നമ്മുടെ പിള്ളേരാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് അവർക്ക് പാല് കൊടുക്കുവാനാ.
നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു വസ്തുവാ പാല്. അടുത്തത് തേനോ? അത് ഭക്ഷിച്ചാൽ ഹൃദയം ആനന്ദിക്കും. ഹൃദയം ആനന്ദത്താൽ നിറയും. 2 കാര്യം. ഒന്ന്, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ളതാ, ഓപ്ഷനില്ല. മറ്റേത്, ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ തേന്. ഇത് രണ്ടും ഏതിനെയാ കാണിക്കുന്നേ? നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും, ഇംഗ്ലീഷിലാണെങ്കിൽ ഡിലൈറ്റ് ഇറ്റ് സെൽഫ് ഇൻ ഫാറ്റ്നസ്. മലയാളത്തിൽ 2-ാം വാക്യത്തിന്റെ ഒടുവിൽ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവേൻ. ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ശോധന ചെയ്താൽ, നമ്മൾ ഇന്ന് ബന്ധപ്പെടുന്നത് ഏതിന്റെ പിന്നാലെയാ? ദൈവത്തിന്റെ വചനം 2-ന്റെ ആദ്യത്തിൽ എന്തുവാ പറയുന്നേ? വായിച്ചേ, 2-ാമത്തെ വാക്യത്തിന്റെ ആദ്യമായി ഭാഗം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന്? ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, നീ ഏതിന്റെ പിന്നാലെയാ ബന്ധപ്പെടുന്നത്? ഇന്ന് നമ്മുടെ വിശ്വാസ ഗോളം നമ്മൾ ശ്രദ്ധിച്ചാൽ, വിശ്വാസികളെ ശ്രദ്ധിച്ചാൽ, ഒരു സമയം അപ്പച്ചന്മാര്, അമ്മച്ചിമാര് എത്ര വില കൊടുത്തു ഈ വിശ്വാസത്തിനു വേണ്ടി. ആത്മീയ കൂട്ടായ്മയ്ക്ക് എത്ര വിലയുണ്ടായിരുന്നു. ഇന്നോ അവരുടെ തലമുറ വന്നപ്പം യോഗങ്ങളിൽ ഓരോരുത്തർ വന്നിരിക്കുന്ന രീതി കാണുമ്പോഴേ പിടികിട്ടുമല്ലോ. വന്നു, അല്ല പിന്നെ എന്ത് ചെയ്യാനാ? വരാതിരിക്കാനൊക്കത്തില്ലല്ലോ, വീട്ടിലും ഇരിക്കാനൊക്കത്തില്ല. ഞങ്ങൾ വന്നു. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും ഉന്മേഷം ഉണ്ടോ? എന്താ ഇന്ന് ബന്ധപ്പെടുന്നത്? ഏതിന്റെ പിന്നാലെയാ ബന്ധപ്പെട്ട്? കുറെ കാര്യങ്ങൾ സാധിപ്പിച്ചല്ലോ. നമ്മുടെ മക്കളെ ആണെങ്കിൽ നല്ല പഠിത്തം, കൊച്ചൻ പഠിച്ചു, മോള് നല്ലപോലെ പഠിച്ചു, നല്ല ജോലി കിട്ടി. ഇനി ബന്ധപ്പാട് അവിടെ. ഓരോ ദിവസം ബന്ധപ്പെടുക. എന്തിന്? നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ഒന്ന് നടന്നു കിട്ടിയാൽ മതിയല്ലോ. അതിലില്ലയോ സന്തോഷിക്കുന്നത്? അതിലില്ലയോ ആനന്ദിക്കുക? നല്ല ജോലി. ജോലി എന്തിന്? നമുക്ക് പൈസ കിട്ടും. പൈസ ഇല്ലയോ സ്വർഗം? അത് കിട്ടിയാലോ ഇല്ലയോ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നേ. ഈ ആത്മീയ ജീവിതത്തെ തകർത്തിട്ടാണോ? അതിനൊരു വിലയും കൊടുക്കാതാണോ നീ ബന്ധപ്പെടുന്നത്? അനുഭവിക്കുമോ? ലോകം ഏതിന്റെ പിന്നാലെ ഓടുന്നു? ഒരു ദൈവ പൈതൽ ഏതിന്റെ പിന്നാലെ ഓടുന്നത്? ചില കുരുട ബുദ്ധിയുള്ളവർ പറയും, ജോലി ചെയ്യണ്ടായോ? അതാണ് ദൈവാത്മാവ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ വന്നേ ജോലി ചെയ്യാനാ? സമ്പാദിച്ചതെല്ലാം കൊണ്ടുപോകുമല്ലോ. ഇവിടെ ഒന്നും മിച്ചം വെക്കത്തില്ലല്ലോ. കാരണം അധ്വാനിച്ചുണ്ടാക്കിയതില്ലയോ, കൊണ്ടുണ്ടായോ? മറ്റവർക്ക് വേണ്ടി വിട്ടഴിച്ചു പോകാൻ ഒക്കുമോ? ഞാൻ അധ്വാനിച്ചതാ, എല്ലാം കൊണ്ടുപോകുമോ? ഉണ്ടാക്കിയതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകേണ്ടതല്ലയോ? എൻ്റെ ആത്മീയ ജീവിതത്തിന് സമയം കൊടുക്കാതാണോ ഇതെല്ലാം ചെയ്തത്? അതുകൊണ്ടാണ് ദൈവാത്മാവ് പറയുന്നേ, ഒന്ന് ശ്രദ്ധയോട് ഒന്ന് കേട്ടെ. ഈ ദൈവവചനം ആകുന്ന ഈ പാലും തേന് ഞാൻ എത്ര സമയം കൊടുക്കുന്നുണ്ട്? പ്രസംഗം കേൾക്കുന്നതല്ല വിഷയം. ഇന്ന് യൂട്യൂബ് ഓൺ ചെയ്തിട്ട്
അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെ കാർ ഓടിക്കുമ്പോൾ നമുക്ക് പ്രസംഗങ്ങൾ കേൾക്കാം. അതാണോ, അങ്ങനാണോ ചെയ്യുന്നത്? ഇതിന് സമയം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കണ്ടായോ? നമ്മളിൽ എത്ര പേർ ഇത് ചെയ്യുന്നുണ്ട്? അധ്വാനിച്ച് ബന്ധപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ സത്യത്തിൽ പറഞ്ഞേ, നമ്മൾ എത്ര പേര് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയുന്നുണ്ട്? ഞായറാഴ്ച മാത്രമേ ഉള്ളല്ലോ കുറച്ച് സമയം കിട്ടുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പാടില്ലയോ? അതുകൊണ്ടില്ലയോ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുന്നത്? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ബന്ധപ്പെടുന്നുണ്ട്, എൻ്റെ ജീവിതം മറ്റവർക്ക് ആശ്വാസമാണോ? എൻ്റെ ജീവിതം മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ? എൻ്റെ തലമുറ എന്നെ കാണുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സ്പഷ്ടമായി സംസാരിക്കുമ്പോൾ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതാ. അല്ലെങ്കിൽ ലോകത്തോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, കൺവെൻഷൻ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, ഞായറാഴ്ച ആരാധനയ്ക്ക് പോയിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം ഭക്ഷിക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയുന്ന, പ്രസംഗങ്ങൾ കേട്ടിട്ട് കാര്യം നടക്കത്തില്ല. ആത്മീയ വർധന ഉണ്ടാകണമെങ്കിൽ പ്രസംഗങ്ങൾ ഒന്ന് മാറ്റിവെച്ചേ തന്നെ ഈ പുസ്തകം തുറന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്നേ, ദൈവത്തിൻ്റെ വചനം ഒന്ന് ധ്യാനിച്ചേ, ആത്മാവിൽ ദൈവത്തോടൊന്ന് സംസാരിച്ചേ. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്നേ ആ നന്മ, ആ ആത്മീയ ബലം എൻ്റെ നടപ്പും എൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അടുത്തത് അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവീൻ. എന്റെ അടുത്ത് വരുവീൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. അടുത്തത്, ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. ഒന്ന് നോക്കിയേ, ദാവീദിന്റെ ജീവിതം. ഇടയനായിരുന്നു, രാജാവായി, എന്നിട്ടും ദൈവമായിട്ടുള്ള അവന്റെ ആ ബന്ധം അവൻ രാജ്യത്തിനും ലോകത്തിന് അനുഗ്രഹത്തിന്റെ കാരണമായി തീർന്നില്ലയോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നോ? എത്ര ഉത്തരവാദിത്തങ്ങളുണ്ട് ദാവീദിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ. അവൻ ചെയ്ത ആ പാപമല്ലാതെ ബാക്കി വല്ലതും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അവന്റെ ജീവിതം ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായോ? കാരണം ദൈവത്തിന് അത്രയും വില അവൻ കൊടുത്തു. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നെങ്കിലും ദൈവ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി. ദൈവം ഉടമ്പടി ചെയ്തു. ഞാൻ ഉടമ്പടിയുടെ വിഷയത്തിൽ പോകുന്നില്ല, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉടമ്പടിയുടെ വിഷയം വിസ്താരത്തിൽ ശ്രദ്ധിച്ചതാ. അതിൻ്റെ യൂട്യൂബിലും നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധയോട് കേൾക്കുവാൻ ദൈവം പറയുന്നത്, എന്നെ എത്ര ഉയർന്ന വിളിയോടാ ദൈവം വിളിച്ചേക്കുന്നത്. നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാനോ വാഴുവാനാ ഞാൻ ദൈവത്തിൻ്റെ അവകാശി. സർവശക്തനോട് എനിക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ ദൈവത്തിൻ്റെ ആലയമായിരിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തിന് എത്ര വലിയ അനുഗ്രഹമാകേണ്ടതാ. പക്ഷെ ഞാൻ ബന്ധപ്പെടുന്നത് ഏതിൻ്റെ പുറയിൽ? ബന്ധപ്പെട്ട് എത്ര ശേഖരിച്ചാലും അത് നമ്മളെ ബലപ്പെടുത്തുമോ? പിന്നെയും ഭാരമില്ലയോ? വായിച്ചേ അതിന്റെ 5-ാമത്തെ വാക്യം. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ
തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. ഒന്ന് ചിന്തിച്ച്, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ശ്രദ്ധിച്ചതാ നമ്മുടെ കൂടാരമോൻ വിസ്താരത്തിൽ വിശാലമാക്കുവാൻ. ഞാൻ ദൈവഹിത പ്രകാരം ദൈവമായിട്ടുള്ള ആ ബന്ധത്തിന് മഹത്വം കൊടുത്ത് ദൈവഹിതപ്രകാരം ഞാൻ നടന്നാൽ ഞാൻ എത്ര ജീവിതങ്ങൾക്ക് വേണ്ടി ആശ്വാസത്തിന്റെ കാരണമാകാമെന്ന്, എത്ര ജനം അനുഗ്രഹിക്കപ്പെടുന്നേ. ഇന്ന് നമ്മുടെ തന്നെ ജീവിതം ഒന്ന് നോക്കിക്കേ. ഞാൻ മറ്റവർക്ക് അനുഗ്രഹത്തിന്റെ കാരണം ആണോ? മറ്റവർ എന്നെ കണ്ട് എന്നോട് ഇടപെടുമ്പോൾ ഞാൻ എത്ര വ്യക്തികളെ ഞാൻ അറിയുന്നു, അവരെന്നെ അറിയുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഒരു അനുഗ്രഹമാണോ? എൻ്റെ ജീവിതം അവർക്ക് പ്രോത്സാഹനമാണോ? അതോ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും നമ്മുടെ സമയം ചെലവ് പോകാൻ വേണ്ടിയാണോ നമ്മൾ ഈ ജീവിക്കുന്നത്? ഒരായുസ് ദൈവം തന്നു, നീ പിന്നെ ഈ ഭൂമിയിൽ പിന്നെയും വരാൻ പോകുന്നില്ലല്ലോ. ദൈവശബ്ദം നമ്മൾ ഗൗരവത്തോടെ ഒന്ന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? വായിച്ച അതിന്റെ 6-ാമത്തെ വാക്യം, വേഴ്സ് 6. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് യഹോവയെ കണ്ടെത്താമെന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. ദൈവത്തിന്റെ ആത്മാവ് പറയാ, അവനെ അന്വേഷിക്കാനാ പറയുന്നേ. അടുത്തത്, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. അതിന്റെ അർത്ഥം, നമുക്കിപ്പം കിട്ടിയ അവസരം എത്ര വിലപ്പെട്ടതാ. ഈ കൃപയുടെ യുഗം അവസാനിച്ചാൽ പിന്നെ ഒരു അവസരമുണ്ടോ? നോയുടെ സമയത്ത് ദൈവം ഇല്ലയോ വാതിൽ അടച്ചത്? ഇന്ന് ദൈവം എനിക്ക് 24 മണിക്കൂർ ഒരു ദിവസം തന്നിരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ എത്ര സമയം ദൈവസന്നിധിയിൽ ചെലവാക്കുന്നുണ്ട്? ദൈവത്തെ കൂടുതലായി അറിയുവാൻ ഉള്ള വാഞ്ച അകത്ത് വർദ്ധിക്കുന്നുണ്ടോ? ഈ ലോകം നമുക്കതിനുള്ള അവസരം നൽകത്തില്ല. നമ്മൾ ജോലിക്ക് പോയാൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് നമ്മുടെ നന്മയല്ലല്ലോ വിഷയം. അവർക്ക് അവരുടെ കാര്യം നേടിയെടുക്കണം, അവർക്ക് ലാഭമുണ്ടാക്കണം. അതിനുവേണ്ടി നമ്മളെ അവർ ഉപയോഗിക്കും. നമ്മുടെ കുടുംബമോ നമ്മുടെ ആരോഗ്യമോ അതൊന്നും അവർക്ക് വിഷയമല്ല. അവർക്കതൊരു വിഷയമല്ല. ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് നമുക്ക് കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹത്തിന്റെ കാരണമാകും. ഇന്ന് ജനം ദൈവത്തെ അന്വേഷിച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എത്ര ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് കിട്ടിയ അവസരം നമ്മൾ പാഴാക്കി കളയല്ലേ. അടുത്തത് അതിന്റെ 7-ാമത്തെ വാക്യം, വേഴ്സ് 7. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നേ, ദുഷ്ടനോ അനീതി ചെയ്തവനാണെങ്കിലും അവന്റെ വഴിയിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് ദൈവത്തിന്റെ അടുത്ത് വന്നാൽ, വായിച്ചേ, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. അവൻ കരുണ കാണിക്കുന്നേ. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം ഒന്ന് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ദുഷ്ടത ചെയ്തതാണെങ്കിലും, ഞാൻ അറിയുന്നില്ല ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നേ, നമ്മൾ എത്ര അനീതി കാണിച്ചതാണെങ്കിലും ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോട് സത്യസന്ധനായി ദൈവസന്നിധിയിൽ വന്ന് തൻ്റെ പാപങ്ങളെ ഒരുവൻ ഏറ്റുപറഞ്ഞാൽ, സമ്മതിച്ചാൽ, ആ പാപ വഴിയിൽ നിന്ന് വിട്ടുമാറുവാനുള്ള ഒരു തീരുമാനമെടുത്ത് യേശുക്രിസ്തുവിനെ തൻ്റെ കർത്താവും രക്ഷകനായി സ്വീകരിച്ചാൽ ദൈവം ക്ഷമിക്കുമല്ലോ. നീതിമാനായ ദൈവം നമ്മളെ എങ്ങനെ ക്ഷമിക്കുന്നേ? തെറ്റ് ചെയ്തവനെ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ദൈവം
നമ്മളെ നീതീകരിക്കുന്നത് എങ്ങനെ? കർത്താവായ യേശു നമ്മുടെ പകരമായി ക്രൂശിൽ വില കൊടുത്തുകൊണ്ട് മാത്രമല്ലയോ? നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ ഒന്ന് സ്വീകരിച്ചാൽ, സമ്മതിച്ചാൽ, ഏറ്റു പറഞ്ഞാൽ, കൃപയുള്ളവൻ നമ്മളെ ക്ഷമിക്കുവാൻ ഇന്നും വിശ്വസ്തൻ. അടുത്തത് അതിന്റെ അവസാന അവസാന ഭാഗ്യം. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. അവൻ ധാരാളം ക്ഷമിക്കും. അടുത്തത് എന്റെ വിചാരങ്ങൾ, അടുത്ത ദൈവം പറയുന്നേ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ഒന്നിന്നേ അടുത്തത് വായിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ താഴെ ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നമ്മളോട് ദൈവം ഇന്ന് ഈ വാക്യങ്ങൾ മുഖാന്തരം സംസാരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ വിചാരങ്ങളും എൻ്റെ വിചാരങ്ങളും, നിങ്ങളുടെ വഴികളും എൻ്റെ വഴികളും ഒരുപോലല്ല. ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ സന്തോഷത്തോടെ പാട്ട് പാടിക്കൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോവുക. ദൈവം പറയുന്നേ, നിന്റെ വിചാരം വേറെ ഏതാണ്ടാ, എൻ്റെ വിചാരം വേറെ ഏതാണ്ടാ. നമ്മൾ രണ്ടിൻ്റെ വഴി ഒത്തിരി വ്യത്യാസം, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെ വ്യത്യാസമാ. നമ്മൾ എന്തോ ചെയ്യുന്നേ? ഉദാഹരണമായി ഏലിയാവ് നിരാശനായി യെസബേൽ ഏതാണ്ട് പറഞ്ഞപ്പം 40 ദിവസം വിശ്രമമില്ലാതെ ഓടിയിട്ട് ഹോരേബ് ഗുഹയെ പോയി ഇരിക്കുക. അന്നേരം ദൈവം അവനോട് ചോദിക്കുക, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്താ പണി? നീ എന്താ ഇവിടെ? സ്വന്തമേ ഇല്ലയോ നീ വന്നത്? എന്നോട് ചോദിച്ചിട്ടാണോ നീ വന്നേ? നിനക്ക് എന്താ പണി ഇവിടെ? അന്നേരം ഏലിയാവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, മടങ്ങിപ്പോകാനാ പറഞ്ഞേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്തകളെല്ലാം ദൈവം മാനിക്കും, ആദരിക്കും. കാരണം ഞാൻ പാട്ട് പാടുന്നുണ്ടല്ലോ, ആരാധിക്കുന്നുണ്ടല്ലോ, ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ, ദൈവവേലയെ സഹായിക്കുന്നുണ്ടല്ലോ. സോ എൻ്റെ ചിന്തകളും എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും ദൈവത്തിന് സ്വീകാര്യമാണ്. ഇന്ന് എത്ര വിശ്വാസികൾ അനുഭവിക്കുന്നത് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പിടിച്ചു വെച്ച് ദൈവത്തോട് മത്സരിച്ച് കാര്യങ്ങൾ നേടിയെടുത്തു. ഇന്ന് അനുഭവിക്കുക. ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല. അവരുടെ തലമുറ അനുഭവിക്കുക. എൻ്റെ വിചാരങ്ങൾ ദൈവ വിചാരമായി ചേരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയാ. ഉദാഹരണമായി ഞങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞാൽ, ഞങ്ങളും കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൃപയാൽ വേല വർദ്ധിച്ചു. ഓരോ സ്ഥലങ്ങളിൽ പോകുവാനും, എത്ര സ്റ്റേറ്റുകളുണ്ട്, വണ്ടി ഓടിച്ച് ഇത്ര സ്ഥലങ്ങളിൽ പോകാനും വെളി രാജ്യങ്ങളിൽ പോകാനും ദൈവം സഹായിച്ചു. പക്ഷേ ഇപ്പം ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മാറി. ഞങ്ങൾക്കും ശരീരത്തിൽ പ്രയാസമുണ്ട്, എല്ലായിടത്തും പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ കുറേ വർഷങ്ങൾ മുമ്പേ വരെ ക്യാമ്പ്സ് നടത്തുന്നുണ്ടായിരുന്നു, കൺവെൻഷൻസ് ഉണ്ടായിരുന്നു, യൗവനക്കാർക്ക് വേണ്ടി ക്യാമ്പ് ഉണ്ടായിരുന്നു, സഹോദരിമാർക്കും ഉണ്ടായിരുന്നു, പാസ്റ്റർമാർക്ക് ക്യാമ്പ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സാഹചര്യം മാറിയോണ്ട് നമുക്ക് അങ്ങനത്തെ ക്യാമ്പ്സ് ഇനിയും നോർത്ത് ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിൽ എങ്ങും നടത്താൻ കഴിയുന്നില്ല. സ്ഥലം കിട്ടുന്നതുമില്ല. കിട്ടുന്ന സ്ഥലങ്ങളിൽ ആ സൗകര്യവുമില്ല. മനസ്സിലൊരു ചിന്ത വന്നു, കർത്താവേ, എല്ലായിടത്തും പോകാൻ കഴിയുന്നില്ല, നമുക്ക് നമ്മുടേതായ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ആ ക്യാമ്പ്സൊക്കെ നടത്താമല്ലോ.
അതിന് ഒത്തിരിയടുത്ത് സ്ഥലം നോക്കി. ഫൈനലി കേരളത്തിൽ കർത്താവ് സ്ഥലം ഒരുക്കി. അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ പണിയും തുടങ്ങും. പക്ഷെ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ വിചാരം ഈ ദൈവത്തിൻ്റെ വിചാരവുമായി ചേരുന്നുണ്ടോ? ഞങ്ങൾ നോക്കി കണക്ക് കൂട്ടുമ്പോൾ ഇത് ദൈവഹിതം. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് വേണ്ടിയുള്ള വീടല്ല. ദൈവജനം പ്രതികൂലത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവർക്ക് വന്ന് ഒന്ന് ആത്മീയമായി ബലപ്പെടാൻ ഒരു സ്ഥലം. പക്ഷെ വിഷയം എൻ്റെ വിചാരവും ദൈവത്തിൻ്റെ വിചാരവും, എൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും ചേർന്നുണ്ടോ? ചിലർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാക്കുമ്പോൾ വിശ്വാസികളോട് പറഞ്ഞാൽ അവരും സഹായിക്കുമല്ലോ. അതെ, അവരും സഹായിക്കും. അവർക്ക് വേണ്ടിയില്ലയോ? എനിക്ക് കുറെ പൈസയും കിട്ടി, ഞങ്ങൾ ആ സ്ഥലവും ഉണ്ടാക്കി. പക്ഷെ ആ ദൈവഹിതമല്ലെങ്കിലോ ഞാൻ ആ സ്ഥലം വെച്ചിട്ട് എന്തോ ചെയ്യുന്നേ? ആഗ്രഹം നല്ലതായിരുന്നു, ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷെ അത് ദൈവഹിതമായിരുന്നോ? അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തൊട്ടേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വെച്ചിരിക്കുന്ന വിഷയം, കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ മാത്രം. പൈസയല്ല വിഷയം, നിന്റെ ഹിതം. ഞാൻ ആൾക്കാരോട് പറഞ്ഞു, അവരെല്ലാം പൈസ തന്നു, നമ്മളെല്ലാം ഉണ്ടാക്കി, ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദിവസം ചോദിക്കുക, നിനക്ക് ഇവിടെ എന്താ കാര്യം? എന്നോട് ചോദിച്ചിട്ടാണോ ഇത് ചെയ്തത്? ഞാൻ പറയുന്ന വിഷയം, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വഴികൾ ദൈവഹിതവുമായി ചേരുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊരു ഭാരമായി തീരത്തില്ലയോ? ഞങ്ങളുടെ ഉദാഹരണം നിങ്ങളുടെ മുമ്പേ വെച്ചതാ. ഞങ്ങൾ നിങ്ങളുടെ മുമ്പേ പ്രാർത്ഥിക്കാൻ വെച്ച വിഷയം ദൈവഹിതമാണെങ്കിൽ വിഷയം മുന്നോട്ട് നീങ്ങാനാ പറഞ്ഞത്. കാരണം നമ്മുടെ ആഗ്രഹം വേണ്ട, എൻ്റെ മരണം എപ്പോഴാ, എൻ്റെ കർത്താവ് എപ്പോഴും വരുന്നു, അതെനിക്ക് ഒരു ഐഡിയയും ഇല്ല. കർത്താവെ, നിന്റെ ഹിതം മതി. നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്തേ. നമ്മൾ പോകുന്ന വഴികൾ ദൈവഹിതപ്രകാരമാണോ? എൻ്റെ വിചാരങ്ങൾ ദൈവത്തിൻ്റെ വിചാരമായി ചേരുന്നുണ്ടോ? അടുത്തത് അതിൻ്റെ 10ാമത്തെ വാക്യം. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും ഈ മഞ്ഞും മഴ പോൽ തന്നെ. അതങ്ങനെ മടങ്ങി വരത്തില്ല. ഞാൻ ഈ വായിച്ചേ, ആ 2ാമത്തെ 11 മുഴുവൻ വായിച്ചേ. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം, ഞാൻ ദൈവവചന പ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ജീവിപ്പാൻ ഒരു തീരുമാനമെടുത്ത് എല്ലാ കാര്യങ്ങൾ വചനപ്രകാരം ഒന്ന് ചെയ്താൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുമോ? ഭാരപ്പെടേണ്ടി വല്ല ആവശ്യമുണ്ടോ? വ്യാകുലപ്പെടേണ്ടി വല്ല ആവശ്യമുണ്ടോ? ദൈവവചനത്തിനല്ലയോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അടുത്തത് 12ഉം 13ഉം വായിക്കാം. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ സന്തോഷത്തോടെ പുറപ്പെടും. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പാകെ പൊട്ടിയാർക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പേ പൊട്ടി ആർക്കും. അതിൻ്റെ അർത്ഥം,
നിങ്ങളുടെ മുമ്പേ വരുന്ന തടസ്സങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നേ നിങ്ങൾ കാണും. തടസ്സങ്ങൾ മുഖാന്തരം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണുന്നേ. തടസ്സങ്ങൾ പിന്നെ തടസ്സങ്ങളല്ല, ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന സാഹചര്യങ്ങളായി മാറും. അടുത്തത്, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. ദേശത്തിന്റെ സകല വൃക്ഷങ്ങൾ കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും. പറക്കാരയ്ക്ക് പകരം കൊഴുന്തും മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. ശാശ്വതമായ ഒരു അടയാളമായി ഇരിക്കും. ഈ 55-ാമത്തെ അധ്യായം അല്ലയോ എന്ന് പറഞ്ഞില്ലയോ ആരംഭിച്ചത്? എത്ര ഗൗരവമായ ഒരു വിഷയമാ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടു. ഇത് എനിക്ക് ന്യായവിധിക്ക് കാരണമാകുമോ? ആ പ്രാസംഗ്യനോ പ്രവാചകനോ അപ്പോസ്തലനോ വേദപണ്ഡിതനോ ഏത് വ്യാഖ്യാനം ചെയ്തു അതല്ല വിഷയം. ഈ ദൈവവചനപ്രകാരമാണോ എൻ്റെ ജീവിതം? ഇന്ന് ചിലർ അവരുടെ ചിന്തയെ നമുക്ക് ഈ വചനപ്രകാരം ജീവിക്കാൻ ഒക്കുമോ? ഇത് മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവനാണെങ്കിൽ ഈ വചനപ്രകാരമായിരിക്കും ജീവിതത്തെ ക്രമപ്പെടുത്തുന്നേ. ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ച് സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വചനപ്രകാരം ജീവിക്കാൻ കഴിയത്തില്ല. അവർക്ക് കഴിയത്തില്ല. വചനം പറയുമ്പോൾ അകത്തൊത്തിരി വൈരാഗ്യം വരും, ദേഷ്യം വരുന്നേ, പല്ല് കടിക്കും. നരകത്തിൽ പോകുന്നതിന് മുമ്പേ ഇവിടെ തന്നെ നരകം തുടങ്ങും, പല്ലുകടി തുടങ്ങുന്നേ. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചിട്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യം, ഈ പാലും തേന്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ വന്നപ്പം നമ്മൾ വേറെ ഒരു വില കൊടുക്കണ്ടായല്ലോ. ഇത് ഭക്ഷിച്ച് ബലം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതം എത്ര പേർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമാകും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ദൈവവചനം നമ്മുടെ കൈ കിട്ടി. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വിചാരവും എൻ്റെ വിചാരവും. ഞാൻ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? പിതാവേ, നിന്റെ ഹിതം മതി, നിന്റെ വിചാരങ്ങൾ മതി. നിന്റെ ഹിതം മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ നീ ആവശ്യമായ ജ്ഞാനം നീ എനിക്ക് തരണമേ. ഞാൻ എന്നെ തന്നെ നിന്റെ കയ്യിൽ സമർപ്പിച്ചേക്കുക. ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുവാനല്ല കർത്താവേ, നിന്റെ ഹിതം എൻ്റെ ജീവിത മുഖാന്തരം നിറവേറുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവഹിതത്തിൽ നിന്ന് മാറി നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോയതാണെങ്കിലും ദൈവം എന്ന അവസരം തരിക. ഒന്ന് മടങ്ങി വരാമോ? ദൈവഹിതത്തിന് വേണ്ടി തന്നെ താനെ സമർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. വിലപ്പെട്ട നിന്റെ ശബ്ദം കേൾക്കുവാൻ നീ ഞങ്ങൾക്കൊരു അവസരം കൂടെ നൽകി തന്നതിനായി സ്തോത്രം. കർത്താവേ, ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളും പ്രയാസം എന്തോ ഉണ്ടെങ്കിലും, എത്ര ബന്ധപ്പാടാണെങ്കിലും
നിന്റെ സന്നിധിയിലിരുന്ന് നീയുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ വളരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. പിതാവേ, നിന്റെ ഹിതത്തിന് മഹത്വം കൊടുത്ത്, പ്രാധാന്യം കൊടുത്ത്, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിൽ ഇംഗ്ലണ്ടിൽ വരുവാൻ, UK വരുവാൻ നീ സഹായിച്ചു. ശുശ്രൂഷയിൽ ഈ നിമിഷം വരെ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളിലെല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൊണ്ടുപോകുന്ന ഓരോ സ്ഥലങ്ങളിൽ ഇടപെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം കാണുവാൻ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ ശുശ്രൂഷകളിൽ ദൈവം ഇന്നുവരെ സഹായിച്ചു. വരുന്ന ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളിലെല്ലാം ദൈവാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെല്ലാം പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണം.